ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സിലെ മലയാളം പാഠം 1 മഴയോ മഴ എന്ന പാഠത്തിലെ പേജ് നമ്പർ 12, 13 എന്നീ ഭാഗങ്ങൾ പരിചയപ്പെടാം. ഇന്നലെ പെയ്ത മഴ, അതൊരു പെരുമഴയായിരുന്നു. പെരുമഴ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ മഴ. പെരുമഴ, വലിയ മഴ. അപ്പം അതൊരു പെരുമഴയായിരുന്നു, അതൊരു വലിയ മഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചു പോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി. പക്ഷേ എന്തു ചെയ്യാം, എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. എന്താ കൂട്ടുകാരെ ഇവിടെ പറയുന്നത്? ഒരു കുട്ടി ഇന്നലെ പെയ്ത മഴയെക്കുറിച്ച് എഴുതിയതാണ്. മഴ എങ്ങനെയുള്ള മഴയായിരുന്നു? നല്ല പെരുമഴയായിരുന്നു. ആ മഴയ്ക്ക് മുമ്പായിട്ട് ആകാശമാകെ ഇരുണ്ടു. പിന്നെന്താ ഉണ്ടാവുക? മഴയ്ക്ക് മുന്നേ ശക്തമായ കാറ്റ് വീശി, മരങ്ങൾ ആടിയുലഞ്ഞു. പിന്നെയോ ഇടിയും മിന്നലും വന്നു. പിന്നെ എപ്പോഴാ മഴ വന്നത്? സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് അല്ലേ? വൈകുന്നേരം ആവാറായപ്പോഴാണ് മഴ വന്നത്. ഇടയ്ക്കിടെ മഴ പെയ്യും, പിന്നെയോ ഇടയ്ക്കിടെ മഴ നിൽക്കും. അങ്ങനെ മഴ പെയ്തും തോർന്നും ആണ് മഴ പെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. രാത്രിയിൽ എന്താണ്, നല്ല തണുപ്പായിരുന്നു. ഉറങ്ങാനൊക്കെ എന്ത് സുഖാ. രാവിലെ ഉണർന്ന് നോക്കിയപ്പോൾ എന്തുണ്ടായത്? ചെടികളൊക്കെ ഇങ്ങനെ നനിഞ്ഞ് കുളിർന്ന് നല്ല സന്തോഷത്തിലാണ്. ചെടികളെ കണ്ടറിയാം, എന്താണ്, പുതുമഴ കിട്ടിയ സന്തോഷത്തിലാണ് ചെടികളൊക്കെ. പിന്നെ ഓടയിലും വഴിയിലൊക്കെ കിടന്നിരുന്ന ഈ ചപ്പും ചവറൊക്കെ ഈ മഴവെള്ളം എന്ത് ചെയ്തു? ഒഴുക്കി കളഞ്ഞ് അവിടെയൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ആ ചപ്പും ചവറൊക്കെ വന്ന് വീണതോ ഈ കുട്ടിയുടെ മുറ്റത്താണെന്ന്. അപ്പൊ കുട്ടി പറയാണ്, ഈ മഴയുടെ കുസൃതികളൊക്കെ ഇത്തിരി കൂടുന്നുണ്ടെന്നല്ലേ. മഴയെക്കുറിച്ച് ആ കുട്ടി എഴുതിയ ഒരു ചെറിയൊരു വിവരണമാണ് കേട്ടോ. അഭിനയിക്കാം. കൂട്ടുകാർക്ക് അഭിനയിക്കാൻ കഴിയുമോ? വിറയണ്. നന്നായി വിറയ്ക്കുന്നത്, തണുത്ത് വിറയ്ക്കുന്നത് കൂട്ടുകാർക്ക് അഭിനയിക്കാൻ കഴിയുമോ? നനയണ്. നന്നായി മഴ നനഞ്ഞു നിൽക്കുന്നത് കൂട്ടുകാർക്ക് അഭിനയിക്കാൻ കഴിയുമോ? കുളിര് കോരണ്. അപ്പം എന്തൊക്കെയാണ് കൂട്ടുകാർ അഭിനയിക്കേണ്ടത്? വിറയണ്, നനയണ്, കുളിര് കോരണ്. കൂട്ടുകാർക്ക് അഭിനയിക്കാൻ കഴിയുന്നുണ്ടോ? കൂട്ടുകാരെ, ഇവിടെ ഈ കുട്ടിയുടെ മഴയനുഭവമാണ് കൂട്ടുകാർ കണ്ടത് അല്ലേ? അതുപോലെ കൂട്ടുകാരുടെ ഒരു മഴയനുഭവം എഴുതാൻ കഴിയുമോ? നമുക്ക് ചെറിയ വാചകങ്ങൾ ഉപയോഗിച്ച് ഒരു ചെറിയ മഴയനുഭവം ഒന്ന് എഴുതി നോക്കിയാലോ? ഇന്ന് നല്ല മഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശമൊക്കെ ഇരുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇടിയും മിന്നലും ഒക്കെ വന്നു. എനിക്ക് പേടി തോന്നിയെങ്കിലും ഒരുപാട് സന്തോഷമായി. സ്കൂളിൽ പോകുന്ന നേരത്തായിരുന്നു മഴ. പുത്തൻ കുട ആദ്യമായി തുറന്ന് മുറ്റത്തുകൂടെ ഒന്ന് നടന്നു. എന്ത് രസമായിരുന്നു ആ തണവും ആ കാറ്റുമൊക്കെ. വെറുതെ ഒന്ന് മഴ കൊള്ളാൻ അമ്മ സമ്മതിക്കില്ല. ഇപ്പോൾ സ്കൂളിൽ പോകുന്നത് കൊണ്ട് പുത്തൻ കൊടയും നിവർത്തി കുറച്ചു നേരം ഞാൻ ആ ചെളിവെള്ളത്തിൽ ചവിട്ടിക്കളിച്ചു. അപ്പോഴേക്കും വണ്ടി വന്ന് ഞാൻ വണ്ടിയിൽ കയറി. എന്തു രസമായിരുന്നു ഇന്നത്തെ മഴ. കൂട്ടുകാരുടെ മഴയനുഭവം എഴുതാൻ ശ്രമിക്കുമല്ലോ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. മഴച്ചൊല്ലുകൾ കണ്ടെത്താം. കൂട്ടുകാർ മഴച്ചൊല്ലുകൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ഒരു മഴച്ചൊല്ല് നോക്കൂ. മഴ തോർന്നാലും മരം പെയ്യും. കൂട്ടുകാരെ, ഈ ചിത്രം ഒന്ന് നോക്കിയേ. എന്താണ് ഇവിടെ? മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ആ കുട്ടികൾ എവിടെയാ? മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മരം പെയ്യുകയാണല്ലേ. എങ്ങനെയാണ് കൂട്ടുകാരെ മരം പെയ്യുന്നത്? മഴ പെയ്ത് കഴിഞ്ഞാൽ മരത്തിൻ്റെ മുകളിലുള്ള ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളികളൊക്കെ ഇറ്റിറ്റായി
വീണുകൊണ്ടിരിക്കുകയാണല്ലേ. അതുകൊണ്ടാണ് മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത്. ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കൂട്ടുകാർക്കറിയാമോ? ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി, അന്തിക്ക് വന്ന മഴയും വിരുന്നും അന്നു പോകില്ല. തിരുവാതിരയിൽ തിരുതകൃതി, മഴ നിന്നാലും മരം പെയ്യും. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും നെല്ല്, ഇടവത്തിൽ മഴ ഇടവേ നീളേ. കർക്കിടകത്തിന് 10 വെയിൽ, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. 1000 വെയിലാകാം അരമഴ വയ്യ, തുലാപ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പൊത്തിലുമിരിക്കാം. ഇതുപോലെ ഇനിയുമുണ്ട് മഴച്ചൊല്ലുകൾ. ധാരാളം മഴച്ചൊല്ലുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ പാഠത്തിലെ അടുത്ത ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബായ്.